ഹായ് നമസ്കാരം. എയിം സ്റ്റഡീസിന്റെ പുതിയ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ക്ലാസ്സിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഓക്കെ ആണോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ ഇന്ന് സൈക്കോളജിയുടെ ആണ്. ഓക്കെ ആണോ? ഇതാണോ? അപ്പൊ ഇന്ന് നമ്മൾ സൈക്കോളജി ഐശ്വര്യമായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് സൈക്കോളജിയിലേക്ക് കിടക്കുന്നതും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ തരുന്ന ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അത് സമയത്തിന് ലഭിക്കുകയുള്ളൂ. ഇതാണോ? ഓക്കെ ആണോ? ഇത് നമ്മള് ഫുള്ള് PYQ ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയി ചോദിച്ചതും അല്ലാത്തതുമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. 500 എണ്ണാണ് റെഡിയാക്കിയത്. പക്ഷെ എന്ത് 250 മാത്രം മതി. അതിന്റെ അപ്പുറം നിങ്ങൾക്ക് ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ഫുള്ള് 20 നിങ്ങൾ അടിച്ചിരിക്കും. ഇതാണ് പെട്ടെന്ന് പറഞ്ഞു പോകാം അല്ലെ? ഓക്കെ ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക് എന്നിട്ട് ലൈക്ക് അടിച്ച ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് നിങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവും, എനിക്കും ഐശ്വര്യം ഉണ്ടാവും കൂടെ പറയാൻ കേട്ടോ. ഇന്നത്തെ ഒരൊറ്റ ലൈക്കിൽ എന്തുണ്ടാവും? നിങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവും, എനിക്കും ഐശ്വര്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് ലൈക്ക് അടിച്ചേ. ഇങ്ങനെ ലൈക്ക് അടിക്കുന്ന കാര്യം അതിൽ പോയി ഞെക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മിനിറ്റ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോവാം. അതിനൊന്നല്ലേ പറ്റുള്ളൂ. എനിക്കിട്ട് കൊട്ടിയതാണെന്ന് മനസ്സിലായി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം പെട്ടെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വളരെ ഡീപ്പായിട്ട് ഒന്നും സൈക്കോളജി ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. ഈ റീസെന്റ് ആയിട്ടാണ് ഞാൻ സൈക്കോളജിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയതും കൂടി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടാം. എന്താണ് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം ഏതാ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ, ഗസ്റ്റാർട്ട് തിയറി അല്ലെ, ഗസ്റ്റാർട്ട് സിദ്ധാന്തമാണ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? അടുത്ത ചോദ്യം ട്ടോ. എന്റെ മക്കൾക്ക് പരീക്ഷയ്ക്കുള്ള ഒരു റിവിഷൻ ആണെന്നും കൂടി മനസ്സിലാക്കുക. പരീക്ഷാ രീതിയിൽ ഇതുപോലെ നിങ്ങൾ പോയി ആൻസർ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നല്ല രീതിയിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ലിയർ ആണോ? ഇതാണ് രണ്ടാമത്തെ. വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന എന്താണ്? എന്താണ് ശരിയല്ലാത്ത പ്രസ്താവന? നോക്കി പ്രസ്താവന വായിക്കുക, ആൻസർ നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ. എന്താണ് ശരിയല്ലാത്ത പ്രസ്താവന? ആൻസർ എന്താണ് വരിക? എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ. രണ്ടാമത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി ആണല്ലേ വരിക. എന്താ വരിക? ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെ കുറിച്ച് നിഗമനത്തിൽ എത്തിക്കുക സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. അതിവിടെ സാധ്യമാണ് എന്നാണ് പറയുന്നത്. ഏതാണത്? ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? Then അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആരാണ്? ഓപ്ഷൻ ഇതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആൻസർ. ക്ലിയർ ആണോ? ദെൻ ഹ്യൂമാനിസത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകൾ ഒന്ന് ഏതാണ്? ഹ്യൂമാനിസത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകൾ ഒന്ന് എന്താണ്? ഏതാണ്? നാലാമത്തെ ആൻസർ ഇതാ വരിക. 4. നാലാമത്തെ ഓപ്ഷൻ സി ആണ് അല്ലെ. എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ, മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, രണ്ടാമത്തെ ഞാനൊരു ചോദ്യം കൂടി പറയാം. എന്താണ് ഡൗട്ട് ചോദിക്കാൻ? രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചേ നോക്കിയേ. ഇതിൽ എന്താണ്? 4 പ്രസ്താവനയും ശരിയല്ലേ? നോക്കിക്കോളെ. വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠമാണെന്ന് പറഞ്ഞത് ശരിയാണ്. ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെ കുറിച്ച് നിഗമനത്തിൽ എത്തിക്കുക സാധ്യമാണ്, അത് ശരിയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ബി എന്ന് അടിച്ചത്?
ഈ 4 ഓപ്ഷനും ശരിയല്ലേ? ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 4 ഓപ്ഷനും ശരിയല്ലേ? നമ്മൾ രണ്ടാമത്തെ സാധ്യമല്ലെങ്കിൽ അത് പക്ഷേ തെറ്റായി മാറാം. നിങ്ങൾ അവിടെ ബി എന്നാണ് അടിച്ചത്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു. അല്ല. എന്താണ് ആൻസർ? ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെ കുറിച്ചുള്ള നിഗമനത്തിൽ എത്തിക്കുക സാധ്യമാണല്ലോ. സാധ്യമല്ല അല്ലെ? ഓക്കെ, അപ്പൊ ഏതാണ് തെറ്റ് വരിക? ഏതാണ് തെറ്റ് വരിക? സാധ്യമല്ല. അപ്പൊ ബി മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ അവരെന്ത് പറഞ്ഞു? കുറെ പേര് അല്ല ബി ശരിയാണെന്ന് പറഞ്ഞു. ആണോ? അതെ, ക്വസ്റ്റ്യനില് സാധ്യമല്ലായിരിക്കും എന്നാണെങ്കിൽ അത് ശരിയായിരുന്നു. ഇത് സാധ്യമാണ് അല്ലെ? 4ഉം കറക്റ്റ് ആണ് മക്കളെ. 4ഉം കറക്റ്റ് ആണ്. ഓക്കെ, 4ഉം കറക്റ്റ് അല്ലേ? സാധ്യമല്ല എന്നായിരുന്നു PYQ അല്ലെ? ഇതില് സാധ്യമായിരുന്നു. 4ഉം കറക്റ്റ് ആണ് കേട്ടോ. തെറ്റൊന്നുമില്ല കേട്ടോ. തെറ്റൊന്നുമില്ല. ക്ലിയർ ആണോ? ബാക്കി 3ഉം വളരെ 4ഉം കറക്റ്റ് ആണ് കേട്ടോ. എല്ലാം കറക്റ്റ് ആണത്. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ദെൻ മൂന്നാമത്തെ നമ്മൾ ആൻസർ എന്താണ്? മൂന്നാമത്തെ പറഞ്ഞു സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നാലാമത്തെ ആൻസർ എന്താണ്? നാലാമത്തെ ഹ്യൂമനിസത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകൾ ഒന്ന് എന്താണ്? നമുക്ക് നോക്കാം. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് വിലയിരുത്താം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഏതാണ് നാലാമത്തെ ആൻസർ? ഏതാ വരിക? നാലാമത്തെ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ? ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ? ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം അല്ലെ? ഓക്കെ ആണോ? പിയാഷയുടെ സിദ്ധാന്ത പ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് എന്ത്? അഞ്ചാമത്തെ ചോദ്യം എന്താണ് ആൻസർ? ആൻസർ ഏതാ വരിക? 5. ഓപ്ഷൻ എ അല്ലെ? സ്വാംശീകരണമാണ് ആൻസർ. ക്ലിയർ ആണോ? വിളംബിത ചാലക വികസനത്തിന് കാരണമല്ലാത്തതേത്? കാരണം അല്ലാത്തതേത്? ആറാമത്തെ ആൻസർ ഏതാ വരിക? 6. സി ആണ് അല്ലെ? എന്താണ്? ശ്രദ്ധക്കുറവല്ലേ ആൻസർ? എന്താണ്? ശ്രദ്ധക്കുറവാണ് ആൻസർ. എന്താണ്? ശ്രദ്ധക്കുറവാണ് ആൻസർ. ക്ലിയർ ആണോ? തെറ്റായ പ്രസ്താവന ഏത്? പെട്ടെന്ന് പ്രസ്താവന ഒന്ന് വായിച്ചേ. തെറ്റായ പ്രസ്താവന ഏത്? വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ സഹായിക്കുന്നു. പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിന് വികാസം പ്രാപിക്കുന്നു? അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നു. പാരമ്പര്യം വികാസത്തിന്റെ അടിത്തറയും പര്യാവരണം അതിന്റെ ഘടനയുമാണ്. ഏതാണ് ഇതിൽ തെറ്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റ് അല്ലെ? ഏതാണ്? ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റ്. ക്ലിയർ ആണോ? ദെൻ കാതറിൻ ബിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്കിതൊരു പരീക്ഷ മാത്രമാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഏതാണ്? ഏതാണ് ആൻസർ? ഏതാ വരിക?
വൈകാരിക വികാസം. ഓപ്ഷൻ എ ആണ് വരിക അല്ലെ. ദെൻ ശിശു വളരുമ്പോൾ വിവിധ ശാരീരിക അവയവങ്ങളുടെ വലിപ്പത്തിൽ അനുപാതത്തിൽ എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു? ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ചെയ്ത 9. വ്യത്യാസം വരുന്നു അല്ലെ. എന്ത് സംഭവിക്കും? വ്യത്യാസം വരുന്നു. ക്ലിയർ ആണോ? ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ദൃശ്യസ്ഥലപരമല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? 2010 ഇന്ത്യയിൽ നടപ്പിലായ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? നോക്കിയേ മക്കളെ, ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്? മൗലിക അവകാശമായ വിദ്യാഭ്യാസം സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമായി എന്ന് പറയുന്നു. ശരിയാണോ? ആണോ? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ? പിന്നെ അടുത്ത പ്രസ്താവന പറയുന്നു സൗജന്യ നിർബന്ധിതമായ പ്രൈമറി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സാർവത്രികമായി ലഭ്യമായി എന്ന് രണ്ടാമത്തെ പറയുന്നു. മൂന്നാമത്തെ പറയുന്നു എന്താണ് 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സാർവത്രികം നിർബന്ധിതമായി എന്ന് പറയുന്നു. ശരിയാണോ? നാലാമത്തെ എന്താണ്? സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് മൗലിക അവകാശത്തിൽ പ്രാബല്യത്തിൽ വന്നു. അപ്പൊ ഏതാണ് ശരി? ഏതാണ് ശരി? ഓപ്ഷൻ ഡി മാത്രമല്ലേ? എന്താണ്? ഓപ്ഷൻ ഡി മാത്രമല്ലേ? സൗജന്യം നിർബന്ധിതമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് എന്തായി വന്നു? മൗലിക അവകാശമായിട്ട് വന്നു അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ ഡി ആണ് കേട്ടോ. ദെൻ ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാ അറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, അടിസ്ഥാന വിദ്യാഭ്യാസം. ആൻസർ ടിക്ക് ചെയ്യണോ? ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 250 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഞാൻ എടുത്ത് ടിക്ക് ചെയ്ത് അത്രയും സമയം നിങ്ങളുടെ പോവാണ്. ടിക്ക് ചെയ്യാൻ കേട്ടോ. ദെൻ റൂസോ തന്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം? ഏതാണ് ഗ്രന്ഥം? ഓപ്ഷൻ ബി എമിലി അല്ലെ. ഏതാണ്? ഓപ്ഷൻ ബി എമിലി ആണ് കേട്ടോ. കാരണം അത്രയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. ദെൻ പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന എന്താണ്? നോക്കി, ഏതാണ് ശരിയല്ലാത്തത്? പതിനാലാമത്തെ ആൻസർ ഏതാണ്? നിരന്തരം വീഡിയോകൾ കാണിക്കണം, ചെറിയ വീഡിയോകൾ ആയിരിക്കണം, നേരാനുഭവങ്ങൾക്ക് സാധ്യത ഇല്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത്, ഇടയ്ക്ക് അധ്യാപകരുടെ വിശദീകരണങ്ങൾ വേണം. ഏതാണ് ശരി അല്ലാത്തത്? ഓപ്ഷൻ എ ആണ് അല്ലെ. എന്താണ്? നിരന്തരം വീഡിയോകൾ കാണിക്കണം, അതാണ് ശരിയല്ലാത്തത്. ക്ലിയർ ആണോ? ദെൻ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? പതിനഞ്ച്. ഏതാണ് മക്കളെ ആൻസർ? ഏതാ 15ാമത്തെ ആൻസർ? ഏതാ വരിക? ഓപ്ഷൻ എ വരും അല്ലെ, ഡിസ്ലെക്സി ആണ് അല്ലെ. ഡിസ്ലെക്സി ആണ് ആൻസർ. ക്ലിയർ ആണോ? ഗ്രൂപ്പ് ലേണിംഗ് അല്ലെ. സംഘ പഠനത്തിന്റെ ഒരു പരിമിതി എന്താണ്?
16ാമത്തെ ചോദ്യം ഏതാണ് ആൻസർ വരിക? 16 ഓപ്ഷൻ ബി വരും അല്ലെ? ഓപ്ഷൻ ബി വരും. സംഘങ്ങളിൽ ചിലരുടെ മേധാവിത്വം ഓപ്ഷൻ ബി ആണ് വരിക. ക്ലിയർ ആണോ? ദെൻ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായി 1994 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? ഏതാ മക്കളെ? DPEP അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണോ? ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? പതിനെട്ടാമത്തെ ഓപ്ഷൻ സി ആണ് അല്ലെ? എന്താണ്? 2 മുതൽ +2 വരെ അല്ലെ? ഏതാണോ? 18ാമത്തെ ഏത് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ? ഏതാണ്? ഓപ്ഷൻ സി അല്ലേ വരിക? 2 മുതൽ +2 വരെയാണ് ട്ടോ. ആശയാവതരണ രീതി എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനാ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഏതാ വരിക? പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതി അല്ലെ? എന്താണ്? പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതിയാണ്. ക്ലിയർ ആണോ? പ്രൊജക്ടിന്റെ ഘടകങ്ങളുടെ ക്രമം നോക്കിയേ. ഏതാ വരിക? 20ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി വല്ല പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം അല്ലെ? ഇത് ഓരോ എക്സാമുകളുടെ ആണ് ട്ടോ. അപ്പൊ അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. then എന്താണ്? 2 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികസനത്തിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് എന്ത്? ഗ്രോസ് മസിൽ ഡെവലപ്മെന്റ് അല്ലെ? 21ാമത്തെ എന്താ ആൻസർ? 21ാമത്തെ ആൻസർ ഓപ്ഷൻ സി വരും അല്ലെ? പന്തെറിയൽ. എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ? then വൈകാരിക ബുദ്ധിയുടെ സവിശേഷത. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എന്താണ്? എല്ലാം വരില്ല ഇതില്? എല്ലാം വരില്ലേ? സെൽഫ് അവയർനെസ് വരും, സെൽഫ് റെഗുലേഷൻ വരും, സെൽഫ് അവയർനെസ് വരും, സോഷ്യൽ അവയർനെസ് എല്ലാം വരില്ലേ? ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി വരും. ഇവയെല്ലാം ഓൾ ആണ് കേട്ടോ. then പിയാഷയുടെ സിദ്ധാന്ത പ്രകാരം താഴെ പറഞ്ഞ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക. ഒന്ന് 4 ഓപ്ഷൻ ഉണ്ട് അല്ലെ? നോക്കി ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ? എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തി ചിന്ത അല്ലെ? റിഫ്ലക്സ് ആക്ഷൻ, സിംബൽസ്, ഓപ്പറേഷൻ, റീസണിങ് അല്ലെ? ബി ആണ് വരിക കേട്ടോ. ഏതാണ്? നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയാൽ പോരെ. ഏതാണ്? റിഫ്ലക്സ് പ്രവർത്തനം വരും, പ്രതീകങ്ങൾ വരും, മനോവ്യാപാരം വരും, യുക്തി ചിന്ത. ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ഇത് വരുവോ? അല്ല, നോക്കിയേ വരുവോ? CMD ഏതിന് വരുവോ? ഓപ്പറേഷൻ ആദ്യം വരുവോ? ഇല്ല. 24ാമത്തെ ചോദ്യം എന്താണ്? 24ാമത്തെ ചോദ്യം എന്താണ്? റോഷ ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ് ഏതു തരത്തിലുള്ള മനോശാസ്ത്ര ഗവേഷണ രീതിയാണ്?
B.Ed പഠിച്ചവർക്ക് കുറച്ച് ഇംഗ്ലീഷ് ടേംസ് ഒന്നും ഉണ്ടാവില്ല, നമ്മളത് തന്നാണ് ഇംഗ്ലീഷ് സ്ഥലത്ത് ഉണ്ടാവാം. പോസിറ്റീവായി ചിന്തിക്കുക കേട്ടോ. ഏതാണ് 24ാമത്തെ ആൻസർ? ഏതാ വരിക? 24 ഓപ്ഷൻ എ ആണ് വരിക. എന്താണ്? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ. പ്രക്ഷേപണ രീതിയാണ് അല്ലെ. എന്താണ്? പ്രക്ഷേപണ, പ്രൊജക്റ്റീവ് മെത്തേഡ് ആണ് അല്ലെ. ദെൻ 25ാമത്തെ ചോദ്യം എന്താണ്? വാചക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏതു മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? നാലാമത്തെ ചോദ്യം എന്താ? 25ാമത്തെ ചോദ്യം എന്താ ആൻസർ വരിക? 25. ആരാ വെച്ചത്? സ്കിന്നർ അല്ലേ? ആരാണ്? സ്കിന്നർ ആണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. B.F. സ്കിന്നർ ആണ്. ദെൻ താഴെ പറയുന്ന ഏതു കാര്യമാണ് ബോബോഡോൾ എക്സ്പെരിമെന്റ് പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ഏതാ വരിക? 26ാമത്തെ ഏതാ വരിക? ഓപ്ഷൻ ബി വരും അല്ലെ. ദൃശ്യമാധ്യമത്തിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും അല്ലെ. ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ദെൻ ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രകാരം ജന്മവാസനകളുടെയും പ്രകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം ഏതാണ്? 27. ഓപ്ഷൻ ഡി വരും അല്ലെ. ഇതല്ലേ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഇതാണ് ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ ആണോ? പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഏതു തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് ഇവിടെ കാണാവുന്നത്? ഏതാണ്? ഉദാത്തീകരണമാണോ? യുക്തീകരണമാണോ? അനുപൂരണമാണോ? തദാത്മീകരണമാണ്? ഏതാണ് ആൻസർ വരിക? ഏതാ വരിക? ഓപ്ഷൻ കോമ്പൻസേഷൻ വരും അല്ലെ. ഓപ്ഷൻ സി അല്ലേ വരിക അല്ലെ. ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. അനുപൂരണം അല്ലെ. ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? സമ്മാനങ്ങളും പ്രശസ്തിയും പഠനം ഇവിടെ കൂടിയാൽ പ്രസക്തം. സമ്മാനങ്ങളും പ്രശംസയും ഇവിടെ കൂടിയാൽ പ്രസക്തം. പ്രബലപ്പെടുത്തുന്നു. ഏതു പഠന നിയമമാണ്? ഫലനിയമം അല്ലെ. ലോ ഓഫ് എഫക്ട്. എന്താണ്? ലോ ഓഫ് എഫക്ട് ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ദെൻ ഗസ്റ്റാർട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏതാണ്? ഏതാണ് ആൻസർ? ഇൻസൈറ്റ് ആണ് അല്ലെ. അന്തർദൃഷ്ടി. എന്താണ്? ഇൻസൈറ്റ് ആണ്. അന്തർദൃഷ്ടി. ഓക്കെ ആണോ? ചാക്രിക രീതിക്ക് ഉദാഹരണം. ചാക്രിക രീതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. സംഖ്യാബോധവും സകലനവും വ്യാകലനവും ഒക്കെ ബന്ധപ്പെട്ട അനുഭവങ്ങൾ അല്ലെ. അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങൾ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതാണ് ആൻസർ വരിക കേട്ടോ. ഡി നോക്കിയേ. ശരിയാണോ? 31ാമത്തെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എന്താണ് ടാലന്റ് ലാബ്? എന്താ മക്കളെ ഒരു ഉഷാറില്ലാത്ത? പെട്ടെന്ന് ആൻസർ ചെയ്തേ. മുപ്പത്തിരണ്ടാമത്തെ കുട്ടികൾക്ക് രുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നു. ക്ലിയർ ആണോ? 32 ഓപ്ഷൻ ബി ആണ് കേട്ടോ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യം
ഏറ്റവും പ്രസക്തമായ ആവശ്യം എന്താണ്? എന്താണ് 33ാമത്തെ ആൻസർ എന്താണ്? ഏത് ക്വാളിറ്റിയാണ്? യൂണിവേഴ്സൽ ക്വാളിറ്റി ആണ് അല്ലെ? എന്താണ്? ഓപ്ഷൻ എ സാർവത്രിക ഗുണനിലവാരം അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണോ? ദെൻ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരം ഉയർത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്ര വികൃത പദ്ധതി ഏതാണ്? ഏതാണ്? 34 ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ വരിക? സർവശിക്ഷാ അഭിയാൻ. എന്താണ്? ഓപ്ഷൻ ഡി അല്ലേ വരിക? സർവശിക്ഷാ അഭിയാൻ. ക്ലിയർ ആണോ? Done. ഭാരമാകാത്ത പഠനം അല്ലെ? ലേണിംഗ്സ് വിത്തൗട്ട് ബേർഡൻ എന്ന റിപ്പോർട്ട് 1993 സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ? യശ്പാൽ ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. പ്രൊഫസർ യശ്പാൽ ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെ? ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കിയേ? ഓപ്ഷൻ സി വരും അല്ലെ? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസം. ക്ലിയർ ആണോ? ഓപ്ഷൻ സി ആണ് വരിക. ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്താണ്? മുപ്പത്തിയേഴാമത്തെ ആൻസർ ഏതാ വരിക? 37 എന്താണ് വരിക? നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. 37 എന്താ വരിക മക്കളെ? തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അല്ലെ? ഓപ്ഷൻ ഡി അല്ലേ വരിക? അതെയാണ് കേട്ടോ. ആഗമന രീതിയുടെ സവിശേഷത അല്ലാത്തത് ഇൻഡക്റ്റീവ് മെത്തേഡ്. മുപ്പത്തിയെട്ട് എന്താണ് മക്കളെ ചോദ്യം? പറഞ്ഞേ. നിയമത്തിൽ നിന്നും വിശദീകരണത്തിലേക്ക് അല്ലെ? ഓപ്ഷൻ സി വരും അല്ലെ? ഓപ്ഷൻ സി ആണ് വരിക. അടുത്ത് എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയുക. മുകളിൽ പരാമർശിച്ചത് സിദ്ധ ശോധകത്തിന്റെ സവിശേഷമാണ് ഏത്? അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഏതാണ്? സാധു അല്ലെ? വാലിഡിറ്റി. എന്താണ്? വാലിഡിറ്റി ആണ് ആൻസർ. കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ്. എന്താണ് പഠന വൈകല്യം? നാൽപ്പത്. ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? ബി അല്ലെ? ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ അല്ലെ വരിക? ഡിസ്ഗ്രാഫിയ അല്ലെ വരിക? അതെ, ബി ആണ്. പക്ഷെ ഇതില് സി കൊടുത്തിട്ടാണ് ബി കൊടുത്ത് നോക്ക്, മനസ്സിലാക്കുക. ആൻസർ ചെയ്ത ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഡിസ്ഗ്രാഫിയ. ക്ലിയർ ആണോ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? ഓപ്ഷൻ തിരിഞ്ഞു വേണ്ടി തെറ്റിക്കാൻ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഇടും കേട്ടോ.
എന്താണ്? 41 സി ആണ് വരുന്നത്. നോക്കാം എന്താണ്? ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം. ക്ലിയർ ആണോ? ശരിയാണ്. അടുത്ത് പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. 42ാമത്തെ ചോദ്യം എന്താണ് ആൻസർ? 42 എന്താണ് വരിക? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് അല്ലെ. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ. ഓപ്ഷൻ ബി ആണ് വരിക. എത്ര പേര് എണീറ്റിട്ട് നോക്കട്ടെ? പകുതിയും എണീറ്റില്ല അല്ലെ. ഒരു കമന്റിലേക്ക് കിട്ടേ. ദെൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമയോചന തന്ത്രത്തിന് ഉദാഹരണമാണ്? ലൈക്ക് ചെയ്യാൻ പറഞ്ഞു, ലൈക്ക് ചെയ്തു പറഞ്ഞു, വളരെ സന്തോഷം കേട്ടാ. പറഞ്ഞത് കൊണ്ട് വീണ്ടും ലൈക്ക് അടിച്ചേ. ഇത്ര ലൈക്ക് അടിക്കാൻ പറ്റും അല്ലെ. ആണ് ഓപ്ഷൻ ഡി വരും അല്ലെ. എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരിക. എന്താണ്? അനുപൂരണം അല്ലെ. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹോവാർഡ് ഗാർഡ്നർ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് മുന്നോട്ട് വച്ചത്? കുടിക്കുന്നെന്ന് കുളിക്കുന്നെന്ന് മനസ്സിലായില്ല അല്ലെ. കുടിക്കുന്ന പറഞ്ഞല്ലേ. ഏതാണ്? എന്താണ്? ശാരീരിക ചലനപരമായ ബുദ്ധിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം 45ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വിജയകരമായി കടക്കുകയാണ്. ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? പറഞ്ഞേ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി വരുമോ? നമുക്ക് നോക്കാം. സന്നദ്ധ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് ലഭിച്ചു. അടുത്ത ചോദ്യം. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പ്രശ്നത്തിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ലവേ. അധ്യാപക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? നിങ്ങളുടെ അവസ്ഥ പോലെ തന്നെ എന്തെങ്കിലും സൂചന നിങ്ങൾ പറയും. ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? 46ാമത്തെ ഏതാ വരിക? സമീപസ്ഥ വികാസന മണ്ഡലം അല്ലെ. ഓപ്ഷൻ ബി ആണ് വരിക. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് വരിക.